തൃശൂർ കൊരട്ടിയിൽ വീടിന്റെ ജനൽ കമ്പികൾ തകർത്ത് മോഷണം. 35 പവൻ സ്വർണവും 8000 രൂപയുമാണ് നഷ്ടപ്പെട്ടത്. കൊരട്ടി ചിറങ്ങരയിലെ ചെമ്പകശ്ശേരി പ്രകാശിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വിവരങ്ങളുമായി തിയോഫിൻ ചേരുന്നു. തിയോഫിൻ, എങ്ങനെയായിരുന്നു മോഷണം? എന്തൊക്കെയാണ് ഇപ്പോഴത്തെ നടപടികൾ? ജിംഷാദ്, പുലർച്ചയോടുകൂടിയാണ് മോഷണം നടന്നതെന്നാണ് അറിയുന്നത്. ചെമ്പകശ്ശേരി വീട്ടിൽ പ്രകാശന്റെ വീട്ടിലാണ് ഈ മോഷണം നടന്നത്. സംഭവം അറിയുന്നത് പുലർച്ചെ 2 മണിയോടുകൂടിയാണ്. ഇവർ ഇന്നലെ ഒരു വിവാഹത്തിന് പോയിരിക്കുകയായിരുന്നു. വൈകിട്ട് മടങ്ങിയെത്തിയ ശേഷം കിടന്നുറങ്ങി. അതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. രാത്രി ഉറങ്ങിയതിനു ശേഷം പുലർച്ചെ 2 മണിയോടുകൂടി പ്രകാശന് കൈ വേദനിക്കുന്നു എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഭാര്യ വെള്ളം എടുക്കുന്നതിനായി അടുക്കളയിലേക്ക് പോവുകയായിരുന്നു. പുറത്തിറങ്ങിയപ്പോൾ മറ്റൊരു മുറിയിൽ ലൈറ്റ് കത്തിക്കിടക്കുന്നതായി കണ്ടു. അങ്ങനെ ഈ ലൈറ്റ് ഓഫ് ചെയ്യാനായി മുറിയിലേക്ക് എത്തിയപ്പോഴാണ് ആ മുറിയിൽ സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ട നിലയിലും ജനലിന്റെ കമ്പികൾ തകർത്ത നിലയിലും കണ്ടെത്തിയത്. ഇങ്ങനെയാണ് മോഷണം നടന്നതെന്ന് മനസ്സിലായത്. തുടർന്ന് നടന്ന പരിശോധനയിൽ വീട്ടിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ 35 പവനോളം സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി കണ്ടെത്തി. കാരണം ലോക്കറിലുണ്ടായിരുന്ന ആഭരണങ്ങളാണ്. ഇന്നലെ വിവാഹത്തിന് പോകുന്നതിന് വേണ്ടി എടുത്തു വെച്ച ആഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത്. അതോടൊപ്പം തന്നെ വീട്ടിലെ ചില ഇലക്ട്രോണിക് സാധനങ്ങളും ബാഗും ഒക്കെ വീടിന്റെ മുറ്റത്ത് കണ്ടെത്തി. ഈ ബാഗിനുള്ളിൽ 8000 രൂപയോളം ഉണ്ടായിരുന്നു. ഈ 8000 രൂപയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. കൊരട്ടി പോലീസിന് വിവരം അറിയിച്ചിട്ടുണ്ട്. പോലീസ് എത്തി പരിശോധന നടത്തി. വിരലടയാള വിദഗ്ധരും ഉടൻ തന്നെ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വലിയൊരു മോഷണമാണ് നടന്നിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ ഈ സമീപത്തുള്ള ഈ ജനൽ കമ്പികൾ തകർത്താണ് മോഷണം നടന്നിട്ടുള്ളത്. ജനലിന്റെ കമ്പികൾ തകർക്കാനായി ഉപയോഗിച്ചത് ഈ തൊട്ടടുത്ത്, ഇവരുടെ വീടിന് തൊട്ടടുത്ത് തന്നെ മറ്റൊരു വീട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന വീടുണ്ടായിരുന്നു. അവിടെ നിന്നുള്ള ചുറ്റി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഈ ജനൽ തകർത്തത്. പക്ഷേ ഈ സംഭവം, ഈ ശബ്ദങ്ങളൊന്നും ഇവർ കേട്ടിട്ടില്ല. പുറത്ത് ഈ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ലൈറ്റ് കത്തിക്കിടക്കുന്നത് കണ്ടാണ് ഈ സംഭവം വീട്ടുകാർ അറിയുന്നത്, സുനിതയും പ്രകാശനും അറിയുന്നത്. തീർച്ചയായും ഈ മോഷണത്തിൻ്റെ രീതിയൊക്കെ അനുസരിച്ച് സ്വാഭാവികമായും ആ പ്രദേശത്ത് ഈ മോഷ്ടാക്കളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കൊക്കെ പോലീസ് നീങ്ങിയിട്ടുണ്ടാകും. എന്തെങ്കിലും സൂചനകളുണ്ടോ? അത്തരത്തിലുള്ള സൂചനകളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല. പക്ഷേ തൃശൂർ ജില്ലയിൽ വ്യാപകമായി പലയിടങ്ങളിലും ഈ അടുത്ത കാലത്തായി മോഷണം വർദ്ധിച്ചു വരുന്നതായി പോലീസ് പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള വീട് തകർത്തുള്ള മോഷണങ്ങൾ, ക്ഷേത്രങ്ങളുടെ കാണിക്കപ്പെട്ടി ഉൾപ്പെടെ തകർത്തുകൊണ്ടുള്ള മോഷണം, കഴിഞ്ഞ ദിവസം ചാലക്കുടിക്ക് സമീപം ഒരു ക്ഷേത്രത്തിൽ ഓട് പൊളിച്ചുള്ള മോഷണം നടന്നു. എന്തായാലും പ്രത്യേകിച്ച് ഈ ചാലക്കുടി കൊരട്ടി മേഖലയിൽ മോഷണം വർദ്ധിച്ചു വരുന്നതായാണ് പോലീസ് പറയുന്നത്. എന്തായാലും വിശദമായ അന്വേഷണം പോലീസ് ആരംഭിക്കുന്നുണ്ട്. വിരലടയാള വിദഗ്ധർ ഉടൻ. ശരി, തിയോഫിനാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്.